വെനസ്വേലയിലേക്കുള്ള അമേരിക്കയുടെ യുദ്ധം കഴിഞ്ഞു. ഇനി റഷ്യയിലേക്ക് എന്ന സൂചനകളാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. ഏകാധിപതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്ന് സെലൻസ്കി പറഞ്ഞത് പുടിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിൽ ട്രംപ് ഇത്തരത്തിൽ ഒരു സൂചനയും കൂടി നൽകിയിരുന്നു. പിടികൂടാൻ നിക്കോളാസ് മദുരോയെ എങ്ങനെയാണോ അമേരിക്ക പിടികൂടിയത്, അതുപോലെ ഒരു നീക്കം റഷ്യയിലേക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിലാണ് ട്രംപ് മറുപടി പറഞ്ഞത്. എന്നാൽ ട്രംപിൻ്റെ ചില മൗനങ്ങൾക്ക്, ചില രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് റഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇനി അമേരിക്ക അത്തരത്തിലൊരു പ്രതീതിയാണ് നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഉക്രൈൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം കൂടിയായപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പാണ്. റഷ്യ വഴങ്ങാൻ തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യുദ്ധത്തിന് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് ലോകം വിചാരിക്കുന്നുമില്ല. അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഒരുപക്ഷെ അത് ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ കാരണമാകും. കാരണം നിക്കോളാസ് മദുരോയെ കീഴടക്കിയ പോലെ അത്ര എളുപ്പമല്ല റഷ്യക്കെതിരെ. റഷ്യ ഒരു ആണവ രാജ്യമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ രാജ്യമാണ്, ഒരുപക്ഷെ അമേരിക്കയേക്കാൾ വലിയ ആണവ രാജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയേറെ വാർ ഹെഡ്സുകളാണ് റഷ്യയിലുള്ളത്. ഇത്തരത്തിലുള്ളൊരു രാജ്യത്തിനെതിരെ ട്രംപ് നീക്കം നടത്തുന്നത് സത്യത്തിൽ വിഡ്ഢിത്തം തന്നെയാണ്. ട്രംപ് അത്തരമൊരു നീക്കം നടത്തും എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് നടക്കും എന്ന് തോന്നുന്നില്ല. ട്രംപിൻ്റെ ചില വിടുവായുത്തങ്ങളായിരിക്കാം ഇത്തരം ഒരു രീതിയിലേക്ക് ട്രംപിനെ, ഈ ഒരു രീതിയിലുള്ള സംഭാഷണം നടത്താൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്. ട്രംപിൻ്റെ ഒരു നേതൃത്വത്തിൽ ഒരു സൈനിക അട്ടിമറി നടന്നാൽ പുടിന് വളരെ തന്ത്രപരമായി തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയും. റഷ്യയ്ക്ക് കനത്ത രീതിയിലുള്ളൊരു തിരിച്ച് ആക്രമണം നടത്താൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ തന്ത്രപരമായ ഒരു സാമ്പത്തിക സമീപനങ്ങളിലൂടെയൊക്കെ റഷ്യയെ ചർച്ചാമേശയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി അമേരിക്ക ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ വർഷം തന്നെ റഷ്യ നടത്തിയ യുദ്ധത്തിൽ വലിയ തിരിച്ചടികളാണ് റഷ്യയ്ക്ക് ഉണ്ടായതെന്ന് ഏകദേശം 31,000-ലധികം സൈനികർ റഷ്യയുടെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടതായിട്ടും ട്രംപ് പറയുന്നു. ഇത് ഒരു മുന്നറിയിപ്പായിട്ടാണ് ട്രംപ് റഷ്യയ്ക്ക് പറഞ്ഞത്. റഷ്യ വലിയ കരുത്തരൊന്നുമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് 28 പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഉക്രൈൻ നാറ്റോയിൽ ചേരില്ല, റഷ്യ പിടിച്ചെടുത്ത മേഖലകളിൽ ഹിതപരിശോധനകൾ നടത്തുക, റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വാഗ്ദാനങ്ങളും ഇതിൽ ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ റഷ്യയുടെ ഒരു രോഗഘട്ടം, റഷ്യയുടെ ഒരു സാമ്പത്തികമായുള്ളൊരു ശോഷണം കൂടി അമേരിക്കയ്ക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയുടെ സാമ്പത്തിക നേട്ടങ്ങൾ, റഷ്യയിലൂടെ അമേരിക്കയ്ക്ക് ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെയാണ് ഇപ്പോൾ പ്രധാനമായും ട്രംപ് ഉന്നം വയ്ക്കുന്നത്. അതായത് ഏതെങ്കിലും രീതിയിൽ ഉക്രൈൻ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ, റഷ്യ എന്തെങ്കിലും തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളൊക്കെ ഉക്രൈനിൽ നടത്തിയാൽ അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയ്ക്ക് നേതൃത്വം വഹിക്കാൻ കഴിയും. ആ ഒരു രീതിയിൽ ഉക്രൈൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, ഉക്രൈനിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വൻ ലാഭം അമേരിക്കയ്ക്ക് ലഭിക്കുകയും അത് അമേരിക്കയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുകയും ചെയ്യുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. അതായത് പുടിനെ പിടികൂടാതെ തന്നെ അമേരിക്കയ്ക്ക് വലിയ ലാഭകരമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. സമാധാന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള മുന്നേറ്റത്തിനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമം നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും ആ രീതിയിൽ പോകില്ല എന്ന് തന്നെ ലോകം കണക്ക് കൂട്ടുന്നു. കാരണം അത്തരമൊരു പ്രശ്നം റഷ്യയുമായിട്ട് അമേരിക്ക ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ ഒരു നാശത്തിന് തന്നെ കാരണമാകും എന്ന് തന്നെ ലോകത്തിന് അറിയാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നടന്നാൽ ഒരിക്കലും ശുഭകരമായില്ല. അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുക എന്ന് ട്രംപിനും അറിയാം. പക്ഷേ ട്രംപ് എന്ന ഭരണാധികാരി ഏത് രീതിയിലാണ് ലോകത്തെ കാണുന്നതെന്നും ലോകത്തെ ഏത് രീതിയിൽ വീക്ഷിക്കുന്നതെന്നും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ലോകം കാണുകയാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മണ്ടത്തരങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നൊരു സംശയത്തെ നമുക്ക് പൂർണ്ണമായും മാറ്റി നിർത്തുവാൻ കഴിയില്ലാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.